ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ഉണ്ടെന്ന് മനസ്സിലായി, സെർവർ സൈഡ് റെൻഡറിങ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, റിയാക്റ്റ് എന്ന് പറയുന്നത് ഒരു SEO ഫ്രണ്ട്ലി അല്ല, അല്ലേ? റിയാക്റ്റ് എന്ന് പറയുന്നത് SEO ഫ്രണ്ട്ലി അല്ല എന്നുള്ളത്. അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ മുമ്പേ കണ്ടതുപോലെ യൂസർ ഒരു പേജ് റിക്വസ്റ്റ് ചെയ്തല്ലേ? ഓക്കെ, യൂസർ ഒരു പേജ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആ റിക്വസ്റ്റ് പോയി നമ്മുടെ സെർവർ സൈഡിൽ നിന്ന് തിരിച്ച് വന്ന് നമ്മുടെ ബ്രൗസർ ആ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇനിഷ്യൽ ലോഡ് ടൈം കൂടുതലാണ്, അല്ലേ? ഇനിഷ്യൽ ലോഡ് ടൈം കൂടുതലാണ്. കാരണം ഒരു റിക്വസ്റ്റ് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്ലയൻറ്റ് സൈഡാണ്, നമ്മുടെ ബ്രൗസറാണ്. അപ്പോൾ ഈ ഒരു ലോഡ് കൂടുതലായതുകൊണ്ട്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ SEO ചെയ്യുന്നത് എന്തിനാണ്? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളൊരു സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ അതിന് റാങ്കിങ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീവേഡ്സ് ഒക്കെ ഉൾപ്പെട്ട ഒരു നല്ലൊരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മുകളിലത്തെ 1, 2, 3 ലിങ്കായിട്ട് കയറി വരും, അല്ലേ? ഇപ്പം ടോപ്പ് വെബ് ഡിസൈൻ കമ്പനീസ് ഇൻ ദുബായ് എന്ന് കൊടുക്കുമ്പം നമുക്ക് കുറേ പേജസ് കാണും. താഴെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 1 മുതൽ കുറേ പേജസ് കാണും. നമ്മൾ എല്ലാ പേജസും പോയി നോക്കുമോ? നമ്മൾ ഇതുവരെ 10ാമത്തെ പേജ് വിസിറ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലേ? പക്ഷേ നമ്മളെപ്പോഴും ആദ്യത്തെ പേജിനകത്തുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെപ്പോഴും വിസിറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം SEO എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ ലോഡ് ടൈം എന്താണ്? ഇവിടെ കൂടുതലാണ്, അല്ലേ? അപ്പോൾ ഇനിഷ്യൽ ലോഡ് ടൈം കൂടുതലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ പേജ് റിക്വസ്റ്റ് ചെയ്തു, ഇവിടെ ഇങ്ങനെ പുള്ളിക്കാരൻ റിക്വസ്റ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു ബോട്ടുണ്ട്. ആ ഗൂഗിളിൻ്റെ ബോട്ട് വന്നിട്ട് ഈ സൈറ്റിനകത്തുള്ള മെറ്റാ ഡേറ്റയും ബാക്കിയുള്ള കണ്ടൻറ്റും കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്യും. അപ്പം ഗൂഗിളിൻ്റെ ബോട്ട് വന്നിട്ട് ചെക്ക് ചെയ്യാൻ നേരം ഇവിടെ പേജ് ഇതുവരെ ബിൽഡ് ആയിട്ടില്ല, അല്ലേ? ഇവിടെ empty ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ empty ആയിട്ട് കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗൂഗിൾ നോക്കുമ്പം ഒരു കാലി ഒരു വൈറ്റ് എന്താ പറയുക, ഒരു ലിങ്കാണ് ഗൂഗിൾ ബോട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു സൈറ്റ് SEO ഫ്രണ്ട്ലി ആയിട്ട് ഗൂഗിൾ കണക്കാക്കത്തില്ല. ഇനി നമുക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞാൽ തന്നെ ഞാൻ Next.jsൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്? Next.jsനകത്ത് നമ്മളൊരു പേജ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ സെർവറിൽ പേജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു വിൻഡോയിൽ അല്ലെങ്കിൽ ബ്രൗസർ റിക്വസ്റ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ബോട്ട് വന്ന് ക്രോൾ ചെയ്യാൻ നേരം ആ ഡേറ്റാസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ Next.js എന്താണ്? Next.js SEO ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൈയക്ഷരമൊക്കെ കുറച്ച് മോശമായിരിക്കും. നമ്മുടെ പേപ്പറിനകത്ത് എഴുതുന്നതിൻ്റെ കൂട്ട് ഇതിനകത്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്.